വൈകിട്ട് 6 മണിയോടായിരുന്നു എന്റെ യാത്രയുടെ തുടക്കട്ടോ. ഞാൻ ഉദുമത്തയിലെ JK ടൂർസ് ഓഫീസിലെത്തി. വന്നുടൻ തന്നെ നല്ലൊരു വെൽക്കം ഡ്രിങ്ക് അവർ നൽകി എന്നെ സ്വീകരിച്ചു. അത് വെറും ഒരു വെൽക്കം ഡ്രിങ്ക് മാത്രമായിരുന്നില്ല, സ്നേഹത്തിന്റെ കൂടെ ഒരു ട്രീറ്റ് ആയിരുന്നു. മെല്ലെ മെല്ലെ എല്ലാവരും വന്നു തുടങ്ങിയായിരുന്നു. ഇതൊരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ആയതുകൊണ്ട് തന്നെ ആർക്കും ആരെയും അറിയില്ല. പയ്യെ പയ്യെ എല്ലാവരും സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള അകലം കുറയാൻ തുടങ്ങി. ഏകദേശം ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ യാത്ര തിരിക്കാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് സ്ട്രേഞ്ചേഴ്സ് കൂടെ ഒരു ട്രിപ്പ് പോകുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു ബിഗ് എക്സൈറ്റ്മെന്റ് ഇരിക്കണ്ടായിരുന്നു. കോർഡിനേറ്റർ ഷാനിയുടെ വെൽക്കമിംഗ് ഇൻട്രോട് കൂടി യാത്ര ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് ഓരോരുത്തരും വന്ന് പരിചയപ്പെടുത്തലായിരുന്നു. കളിച്ചും ചിരിച്ചും പാട്ടും ഡാൻസും എല്ലാം ആയിട്ട് ആ ഒരു 2 മണിക്കൂർ വല്ലാത്തൊരു അനുഭവമായിരുന്നു. രാത്രി 10 മണിയുടെ അടുത്ത് ഞങ്ങൾ ഫുജേറയിലെ ഒരു ഫാമിലെത്തി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ നേരെ ചെന്ന് അവിടെ ഒരുക്കിയിട്ടുള്ള ഡിന്നർ കഴിച്ചു. ശേഷം ഓരോ ഗെയിംസും ആൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് അന്നത്തെ ഒരു അടിപൊളി നൈറ്റ് എനിക്ക് അവിടെ കിട്ടി. പിന്നെ ഓരോരുത്തരും അവരുടെ ജീവിത അനുഭവങ്ങൾ, യാത്രാ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. ചിലരുടെയൊക്കെ ജീവിതകഥ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു, ചിലതൊക്കെ മദ്യമറന്ന് ചിരിക്കാനുള്ളതായിരുന്നു. ആദ്യം ഒറ്റപ്പെട്ടു പോലെ തോന്നിയ ഞങ്ങൾ പിന്നീട് ഒരു കുടുംബം പോലെയായി മാറി. പാട്ടും ഡാൻസുമായിട്ട് നിറഞ്ഞ ഒരു രാത്രി ചിരിയോടെ കടന്നുപോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വീണ്ടും ഓരോരോ ആക്ടിവിറ്റീസ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന ഞങ്ങൾക്ക് കിട്ടിയത് ഒരു മലബാർ അടിപൊളി ബിരിയാണി. പിന്നീട് അങ്ങോട്ട് ഓരോരുത്തരും വന്ന് അവരുടെ ക്യാമ്പിന്റെ എക്സ്പീരിയൻസ് ഷെയർ ആക്കാൻ തുടങ്ങി. ഞാനും എന്റെ അനുഭവം പങ്കുവച്ചു. ക്യാമ്പിന്റെ അവസാന നിമിഷമായപ്പോഴേക്കും ഞങ്ങളെല്ലാം ചേർന്നൊരു ഫോട്ടോ എടുത്തു. പിന്നീടുള്ള ഒരു നല്ല ഓർമ്മക്കായി അതെന്നും കൂടെ ഉണ്ടാകും. ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു യാത്രാനുഭവം നിങ്ങൾക്ക് വേണം. അത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരിക്കും.